കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ അംബ്രോസ് പിതാവ് ചെട്ടിക്കാട് പള്ളിയിൽ വികാരച്ചനായിട്ട് ഇരിക്കുമ്പോൾ ദിവ്യകാരുണ്യ തിരുനാളിന് ഒരു പ്രസംഗത്തിന് എന്നെ വിളിച്ചു. അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എവിടെ ആ തലേദിവസം വാ, രാവിലെ 6:30 കുർബാന. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അച്ഛൻ, ഞാൻ രാവിലെ തന്നെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതിൻ്റെ തലേദിവസം എനിക്ക് കോട്ടപ്പുറത്തൊരു കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുർബാന കഴിഞ്ഞപ്പോൾ വൈകി. അപ്പോൾ ഞാൻ കരുതി ഇനി തിരിച്ച് എറണാകുളത്തേക്ക് വണ്ടി ഓടിച്ച് പോയിട്ട് പിന്നെ രാവിലെ വരണ്ടേ. അപ്പോൾ ചെട്ടിക്കാട് താമസിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ അംബ്രോസച്ചനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, കൊച്ചച്ഛനെ വിളിച്ച് നോക്കി, ഫോൺ എടുത്തില്ല. എന്തായാലും ചെട്ടിക്കാട് പോയി കിടക്കാമെന്ന് കരുതി ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും പള്ളിമുറ്റത്ത് ആരുമില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വികാരിച്ചനും കൊച്ചച്ഛനും ബൈക്കിൽ വന്നു. അവർ രണ്ടൊരു യൂണിറ്റ് പോയതുകൊണ്ടാണ് മൊബൈൽ എടുക്കാൻ പറ്റാഞ്ഞത്. വളരെ സന്തോഷത്തോടെ അവരെ എന്നെ സ്വീകരിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അംബ്രോസച്ചൻ പറഞ്ഞു, ഇവിടെ പാരിഷ് ഹോളുണ്ട്, പുതിയ പാരിഷ് ഹോളുണ്ട്, അത് ചേർന്നിട്ട് നമുക്ക് റൂംസ് ഉണ്ട്, അവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേടയിൽ സ്ഥലമില്ലെന്ന് ചോദിച്ചു. മേടയിൽ കിടക്കണമെങ്കിൽ മേടയിൽ കിടക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു 10 മിനിറ്റ് തന്നെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഒരു മുറിയൊക്കെ റെഡിയാക്കി. ഞാൻ മുറി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ ബെഡ്റൂം തന്നെയാണ്, അച്ഛൻ ഉറങ്ങുന്ന മുറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ അവിടെ പാരിഷ് ഹോളിൽ കിടന്നോളാം, അവിടുത്തെ മുറി കിടന്നോളാം, വേണ്ടോ താൻ ഇവിടെ തന്നെ കിടന്നാൽ മതി, അത്രയും ദൂരത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ ആ മുറിയിൽ കിടന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, വളരെ സീനിയറാണ് അംബ്രോസച്ചൻ, പിന്നെ വേറൊരു രൂപതക്കാരനാണ്, വളരെ ക്ലോസ് ബന്ധമൊന്നുമില്ല, എങ്കിലും ഈ ട്രസ്റ്റഡ് മീ. എന്നിട്ട് ആ മുറിയിലാണ് ഞാനന്ന് കിടന്നത്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ അപ്പനെയും കൂട്ടി വന്നിട്ട് നമ്മുടെ മുറിയിൽ ഇങ്ങനെ മുട്ടാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളിന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ? നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ വന്ന് മുട്ടിയിട്ട് ഞങ്ങളിന്ന് ഇവിടെ താമസിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർഡാണോ? നമ്മുടെ പ്രൈവസി തുറന്നു കൊടുക്കാൻ നമ്മൾ റെഡിയാണോ?